സോ ആദ്യം തന്നെ എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. വെൽക്കം ടു ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫ്രീ ക്ലാസ്. ഈ ഒരു ക്ലാസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ആദ്യം പറയാനുള്ളത് ദ ട്രൂത്ത് അബൌട്ട് ഏർണിംഗ് മണി ഓൺലൈൻ. നമുക്കറിയാം, ഓൺലൈനുമായി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സ്കാംസ് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ് ഏത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. എല്ലാവർക്കും ഓൺലൈനുമായിട്ട് മണി ഏൺ ചെയ്യണം. കാരണം ഏറ്റവും സുഖമുള്ളൊരു ഏർണിംഗ് ആണ് ഓൺലൈൻ ഏർണിംഗ് എന്ന് പറയുന്നത്. അത്രയും ആളുകളിലോട്ട് എത്തുകയും ചെയ്യും, നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. സോ ആഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഈ ആളുകൾക്കുള്ള ഒരു ബിഗ്ഗസ്റ്റ് മിത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നതാണ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ പിന്നിൽ ആളെ കയറ്റുന്ന എന്നുള്ളതാണ്. പക്ഷേ അത് ആക്ച്വലി ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അവർ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആക്കി എടുത്തത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല. ഓക്കെ, ഈ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീഷോ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അല്ലാത്ത പ്രോഡക്ട്സ് സർവീസുകളെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലിങ്കിലൂടെയോ കൂപ്പൺ കോഡിലൂടെയോ ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെഫിനിറ്റ് കമ്പനി ഓരോ സെയിൽസിനും ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ നൽകും. ഇങ്ങനെ നൽകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ബാക്കിൽ ആളെ കയറ്റുന്ന പരിപാടിയോ ഒരു ഫേക്ക് ആയിട്ടുള്ള പരിപാടിയോ അല്ല. ഇത് 100% ലീഗൽ ആൻഡ് ഹലാൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റുഡൻസ് ആവട്ടെ, വീട്ടിലിരിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ ജോബിന് പോകുന്നവരാവട്ടെ, ആർക്കായാലും ഫോണും ഇൻ്റർനെറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസം നിങ്ങൾക്കൊരു 10,000 മുതൽ 40,000 വരെ ഈസി ആയിട്ട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു 10,000 മുതൽ 40,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ ഒരു ആഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ 1 lakh മുതൽ 2.5 lakh വരെ മന്ത്ലി ഏൺ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പേജ് നമ്മൾ എന്ത് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് ആ ഒരു ഗ്രോത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഇനി ഞാൻ ആരാണ്, എൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നോക്കാം. ഐ ആം ഹിസ. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ആഫിലിയേറ്റ് മാർക്കറ്ററാണ് ആൻഡ് എ ഡിജിറ്റൽ പ്രോഡക്റ്റ് കോച്ചും കൂടെയാണ്. എൻ്റെ സെക്കൻഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഞാൻ ഏകദേശം 250 പീസോളം സെൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ സെക്കൻഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഒരു സൈഡ് ഇൻകം വേണമായിരുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഒരുപാട് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതോടൊപ്പം ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് വിശ്വസിക്കണം, ഏതിൽ എങ്ങനെ ജോയിൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബിലൊക്കെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ച ആളുകൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവുന്നുള്ളത്. പിന്നെയാണ് ഞാൻ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യം മനസ്സിലാക്കിയത്. അവരിങ്ങനെ ഇടുന്ന ലിങ്കിലൂടെ വേറെ ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എമൗണ്ട് കമ്മീഷനായിട്ട് ലഭിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്നുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലായിരുന്നു. കാരണം എൻ്റെ പേജ് എന്ന് പറയുമ്പോൾ തീരെ റീച്ച് ഇല്ലാത്ത പേജായിരുന്നു. അതായത് 500 ആളുകൾക്ക് മേലെ വ്യൂസ് പോകാത്തൊരു പേജായിരുന്നു. ഈ ഒരു പേജിൽ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. അങ്ങനെ 162 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച മീഷോൻ്റെ ബാഗാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് റീലാക്കി ഇട്ടത്. ഈ ഒരു റീല് ഫസ്റ്റ് ഡേ 500 ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിവിടെ നിൽക്കും എന്നുള്ളത്. സെക്കൻഡ് ഡേ അത് 5,000 ആയി ആൻഡ് തേർഡ് ഡേ അത് അതിലും കൂടി. അങ്ങനെ അത് 2 lakh ക്രോസ് ചെയ്ത് ആ ഒരു ഒറ്റ ബാഗിൻ്റെ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തു. കാരണം അത് സ്കൂൾ തുറക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ആ ഒരു വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തു. ആൻഡ് ഈ ഒരു വീഡിയോ വന്ന് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ബാഗ് വന്ന് ഞാൻ ജനറേറ്റ് ചെയ്തത് 20,000 റുപ്പീസാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ബാഗിൻ്റെ ഒരു വീഡിയോ ഇട്ടു. ആ ബാഗ് വന്ന് ഞാൻ ജനറേറ്റ് ചെയ്തത് 5,000 റുപ്പീസാണ്. അങ്ങനെ ആകെ ഒരു 6-7 പ്രോഡക്റ്റ്സ് മാത്രം റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു 37,000 റുപ്പീസ് കമ്മീഷനായിട്ട് ലഭിച്ചതും 9.96 അല്ലെങ്കിൽ 9 lakhൻ്റെ സെയിൽസാണ് ഞാൻ മീഷോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് ജേർണി ശരിക്കും തുടങ്ങുന്നത്. സോ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് ലഭിക്കും. സെക്കൻഡ് വൺ ഹൗ ടു ഫൈൻഡ് ട്രെൻഡിങ് പ്രോഡക്ട്സ് എന്നുള്ളതാണ്. ട്രെൻഡിങ് പ്രോഡക്ട്സ് കണ്ടെത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മളറിയാം നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ മീഷോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോച്ചസ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഒരു സ്റ്റുഡൻസിനോട് പറയും ഓക്കെ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് എടുത്തിട്ട് അതിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇട്ടാൽ മതി എന്നുള്ളത്.
പക്ഷേ ഞാനത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. കാരണം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ആൻഡ് ഐ നോ ഹൗ മച്ച് എഫേർട്ട് ആയി പുട്ട് എന്നുള്ളത്. ഞാനൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോസ്, നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് ബാക്കിയുള്ളവർ വോയിസ് ഓവർ ചെയ്തിട്ട് അവരതിൽ നിന്നിട്ട് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. തല തിരിച്ചിട്ട് ഞാൻ 3100 വീഡിയോസ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള 3000-ലധികം വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. തേർഡ് വൺ ഈസ് ഹൗ ടു സെറ്റ് അപ്പ് ഓട്ടോമേറ്റഡ് DM. നമുക്കറിയാം, ഒരാൾ നമ്മുടെ പോസ്റ്റിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കലി ലിങ്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 24 മണിക്കൂറും ഒരാൾ ലിങ്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുത്ത് അവരുടെ DMലോട്ട് ലിങ്ക് സെൻഡ് ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് DM സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ചോദ്യമായിരുന്നു, ഇതിൽ 1000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഫോളോവേഴ്സ് വേണ്ടേ എന്നുള്ളത്. ആക്ച്വലി 0 ഫോളോവേഴ്സൊന്നും നമ്മൾ ഈ വിഷ് ലിങ്കിൽ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ മെത്തേഡ്സും ഉണ്ട്. ഇനി ലൈവ് കേസ് സ്റ്റഡി ഓഫ് കമ്മീഷൻ ലോസ്. എനിക്കൊരു പ്രോഡക്റ്റ് വന്ന് 11,000 റുപ്പീസ് കമ്മീഷൻ കിട്ടേണ്ട കൊടുത്ത് എനിക്ക് ആകെ കിട്ടിയിരുന്നത് 300 സംതിങ് ആണ്. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണമാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കിൻ്റെ ലൈവ് കേസ് സ്റ്റഡി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നോ നീഡ് ടു ക്രിയേറ്റ് യുവർ ഓൺ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി വർക്ക് എനി ടൈം എനിവേർ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നിട്ടും എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. നമ്മുടെ വീഡിയോ എത്ര ആളിലോട്ട് എത്തുന്നോ, എത്ര വൈറലായി പോകുന്നോ അത്രയും ഇൻകം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അത്രയും ആളുകളിലോട്ട് എത്തുമ്പോൾ അത്രയും ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നമുക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഈ ഒരു ടൈമിൽ മീഷോ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതൊന്നും പർച്ചേസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റിയൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾക്ക് അതിന് കിട്ടിയൊരു ഇൻകം കൊണ്ട് നല്ലൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കറ്റിംഗ് സ്കില്ല് കിട്ടുകയാണ്. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സ്കില്ല് നമുക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പേജ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു പേജ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനായിട്ട് ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം താഴെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾസ് എന്ന് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റർ എന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നോട്ട് നൗ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മേലെയുള്ള ക്രോസ് മാർക്ക് നിൽക്കുക. നമ്മുടെ പ്രൊഫൈലിലെത്തിയിട്ട് ഡൺ നെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ആവും. പ്രൊഫഷണൽ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ട്രെൻഡിങ് പ്രോഡക്റ്റ്സ് ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് സെർച്ച് ബാറിൽ പോയിട്ട് ട്രെൻഡിങ് പ്രോഡക്റ്റ്സ് എന്നോ മീഷോ ഫൈൻസ് എന്നോ മസ്റ്റ് ഹാവ്സ് എന്നോ ഒക്കെ അടിച്ച് നോക്കുക. ഇങ്ങനെ അടിച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസും കോമൻസും കാണുന്ന വീഡിയോസ് ഏതാണോ ആ ഒരു വീഡിയോസിന് താഴെ പോയിട്ട് നമുക്ക് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലിങ്കിലൂടെ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. വീഡിയോ എടുത്തതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുന്നത്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന 3000 വീഡിയോസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കാരണം അത് കോപ്പിറൈറ്റ് ഫ്രീ ആണ്. ആൻഡ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഗാഡ്ജറ്റും പ്രോഡക്റ്റ്സും ആണ് അതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു 3000 വീഡിയോസിലുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോമാറ്റിക് DM സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ് ലിങ്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്രിയേറ്റർ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ വിത്ത് ഇൻസ്റ്റഗ്രാം എന്ന് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ ഒരു വിഷ് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രിയേറ്റിൽ പോവുക. വീണ്ടും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട പോസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു പോസ്റ്റിൽ എന്താണോ ഉള്ളത് അതിൻ്റെ നെയിം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആഡ് പ്രോഡക്റ്റ്സ് എന്നുള്ളത് കൊടുക്കാം. നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് വേണമെങ്കിലും ഒരേ ലിങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടാഗ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വിഷ് ലിങ്ക് എന്ന് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ നമുക്ക് പ്രിവ്യൂ യുവർ വിഷ് ലിങ്ക് എന്ന് വരും. പബ്ലിക് വിഷ് ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് DM സെറ്റായി കഴിയും.
ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് പോകും. ഇനി അതിലെ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് വിഷ് ലിങ്ക് എൻഗേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഈ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് അവർ എന്ത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ കീവേഡ്സ് എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീവേഡ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. എന്ത് കീവേഡാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ പോസ്റ്റിൽ ഇനി ബുക്ക് എന്നാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അവർക്ക് കൊടുക്കേണ്ട റിപ്ലൈസ് എന്താണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു വിഷ് ലിങ്കിൽ ചെയ്യാനുള്ളത്. പക്ഷേ ഈ ഒരു വിഷ് ലിങ്കിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 1000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓട്ടോ ഡി എം സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോരാത്തതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്കുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ 1000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് മാത്രമാണോ പറ്റുന്നതെന്ന്. അല്ല, ഈ 0 ഫോളോവേഴ്സ് ഉള്ളവർക്കും ഓട്ടോ ഡി എം സെറ്റപ്പ് ചെയ്യാനുള്ള മെത്തേഡ് എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത് ഒരു ഫേസ്ബുക്ക് ഇല്ലാത്ത ആൾക്ക് പോലും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനിയുള്ള സ്ലൈഡ്സിൽ വരുന്നത്. ഇതുകൂടാതെ ഇതിൽ തന്നെ പൊട്ടൻഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റിട്ടേൺസിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേ ഔട്ട്. അതെങ്ങനെയാണ് അതിൻ്റെ കൺഫർമേഷൻ പേ ഔട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു വിഷ് ലിങ്കിൽ കവർ ചെയ്യാനുള്ള ഭാഗം തന്നെയാണ്. ഇനി എന്തുകൊണ്ട് ഒരു ആഫിലിയേറ്റ് മാർക്കറ്റർ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ, ഇവൻ തോ ഒരു കോച്ച് എന്ന് പറയുന്നത് 6 months അല്ലെങ്കിൽ 1 year 2 year എടുത്തിട്ട് പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു 1 or 2 daysനുള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ ചെയ്ത ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ റൈറ്റ് കമ്മീഷൻ ചെക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ കമ്മീഷനുള്ള ഒരു റൈറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ 11,000 കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് വന്ന് 11,000 കമ്മീഷൻ കിട്ടേണ്ട കൊടുത്ത് എനിക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 300 rupees ആണ്. ആൻഡ് അതെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കാണ്, റൈറ്റ് കമ്മീഷനുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാത്തതുകൊണ്ട്. ഇതിൻ്റെ പ്രൂഫ് അടക്കമുള്ള ലൈവ് കേസ് സ്റ്റഡിയാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. അപ്പം ഞാൻ പറയും, നിങ്ങൾക്കൊരു മെൻറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇനി ഇപ്പം നമ്മൾ കവർ ചെയ്തത് ഇതിൻ്റെ 10% ആണ്. 100%ലെ ഒരു 10% പാർട്ടാണ് നമ്മൾ കവർ ചെയ്തത്. അതായത് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ബെനിഫിറ്റ്സ് ഓഫ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗും ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ആഫിലിയേറ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഈ കണ്ട വിഷ് ലിങ്ക് അല്ലാതെ തന്നെ മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അല്ലാതെ നമുക്കാണെങ്കിൽ ഓരോ സ്കിൻ കെയർ ബ്രാൻഡ്സിനും അവരുടേതായിട്ടുള്ള ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ കവർ ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. എന്താണ് ഒരു നീഷ്, വാട്ട് ഈസ് എ നീഷ്. നീഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് മിക്സപ്പ് ചെയ്യുക എന്നുള്ളത്, ഒരു നീഷ് ചൂസ് ചെയ്യാത്തത്. ഒരു നല്ല നീഷ് ചൂസ് ചെയ്യാതെ എല്ലാം ഒന്നായിട്ട് മിക്സപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര മിസ്റ്റേക്ക് ഉള്ളൊരു കാര്യമാണ്. പിന്നെ എങ്ങനെ നമുക്കൊരു നീഷ് വൈസ്ലി ചൂസ് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പാടില്ലാത്ത നീഷ് ഏതൊക്കെയാണ്, ആൻഡ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഒപ്റ്റമൈസേഷൻ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പ്രൊഫഷണൽ ലുക്ക് ആക്കുക എന്നുള്ളത്. പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ആപ്പുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റഡ് ഡി എം ആഫിലിയേറ്റ് ആപ്പുകൾ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം, ഹൗ ടു സെറ്റ് അപ്പ് ഓട്ടോമേറ്റഡ് ഡി എം വിത്ത് 0 followers. ഫോളോവേഴ്സ് ഇല്ലെങ്കിലും വിഷ് ലിങ്കിനെ പോലെ തന്നെ ഓട്ടോമേറ്റഡ് ഡി എം സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന വേറെ പല മാർഗ്ഗങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ വ്യൂ ഞാനിതാ ഇതിൽ തരുന്നതായിരിക്കും. ആൻഡ് അതർ ആഫിലിയേറ്റ് ആൻഡ് ക്രിയേറ്റിംഗ് പ്രോഗ്രാംസ്, ഇതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ മീഷോൻ്റെ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ആമസോൺ അസോസിയേറ്റ്സ്, ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അതിലോട്ട് എങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതും. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കണ്ടെത്താനുള്ള 2-3 പ്രൂവൻ മെത്തേഡ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഹൗ ടു സക്സീഡ് ആസ് എൻ ആഫിലിയേറ്റ് മാർക്കറ്റർ, അതിൻ്റെ 6 പ്രൂവൻ മെത്തേഡ്സ് ഞാൻ ഷെയർ ചെയ്യും. കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്, ആളുകൾ കോമൺ ആയിട്ട് ചെയ്യുന്ന 6 മിസ്റ്റേക്സ്, എന്തുകൊണ്ടാണ് അത് മിസ്റ്റേക്സ് ആവുന്നത്, ആൻഡ് ഈ ഒരു മിസ്റ്റേക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നുള്ളതും ഞാനിതിൽ പറഞ്ഞുതരും. പിന്നെ AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിന് 3 മെത്തേഡ്സ് ആണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. AI വോയിസ് ഓവർ കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ ക്യാപ്ഷന് വേണ്ടിയിട്ടും ഹാഷ്ടാഗിന് വേണ്ടിയിട്ടും AIനെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ്, നമ്മുടെ പ്രോഡക്റ്റ്സിന് വേണ്ട കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ് 4 റെലവൻറ്റ് ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലേൺ ഇൻസ്റ്റഗ്രാം അൽഗോരിതം ടു മേക്ക് വീഡിയോസ് ഗോ വൈറൽ എന്നുള്ളതാണ്. അതിൻ്റെ 4 മെത്തേഡുകളാണുള്ളത്. ഹൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹൂക്സിന് എക്സാമ്പിൾ അടക്കം ഞാൻ ഹൂക്സിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ബോണസ് ആയിട്ട് തരുന്നതാണ് ബേസിക് എഡിറ്റിംഗ് ക്ലാസ്. കുറേ പേർക്കുള്ള പ്രശ്നമാണ് വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, കട്ടിങ് അറിയില്ല, മെർജിങ് അറിയില്ല, അതുപോലെ സൂം ഇൻ ചെയ്യാനൊന്നും അറിയില്ല എന്നുള്ളത്. സോ അതിൻ്റെ ഒരു ബേസിക് ക്ലാസ്സും കൂടെയാണ്
ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ ഈ ഒരു ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാസ്റ്ററിൽ ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. 1 വീക്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് വീക്കിൽ മൊഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഹൗ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക്സ്, ബെനിഫിറ്റ്സ് ഓഫ് ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് പോപ്പുലർ ആഫിലിയേറ്റ് പ്രോഗ്രാംസ് ആണ്. സെക്കൻഡ് ഡേ മൊഡ്യൂൾ 2 കവർ ചെയ്യാനുള്ളത് ഒരു നീഷ എന്താണ്, ഹൗ ടു ചൂസ് നീഷ വൈസ്ലി, വാട്ട് നോട്ട് ടു ചൂസ് ആൻഡ് വൈ, ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഒപ്റ്റമൈസേഷൻ ആൻഡ് ഹൗ ടു കണക്ട് വിത്ത് ഫേസ്ബുക്ക്. ഡേ 3 അല്ലെങ്കിൽ മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത് ഹൗ ടു സെറ്റപ്പ് ഓട്ടോമേറ്റഡ് ഡിഎം ഓൺ ആഫിലിയേറ്റ് ആപ്പ്, ഹൗ ടു സെറ്റപ്പ് ഓട്ടോമേറ്റഡ് ഡിഎം വിത്ത് 0 ഫോളോവേഴ്സ്, അതർ ആഫിലിയേറ്റ് ആൻഡ് ക്രിയേറ്റർ പ്രോഗ്രാംസ് ആൻഡ് ഹൗ ടു സൈൻ അപ്പ്, പ്രൂവൻ മെത്തേഡ്സ് ടു ഫൈൻഡ് ട്രെൻഡിങ് പ്രോഡക്ട്സ്. മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത് യൂസിങ് AI ടെക്നോളജി ടു ഇൻക്രീസ് സെയിൽസ്. അതിന് 3 മെത്തേഡ്, കോണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ് ഫോർ യുവർ പ്രോഡക്ട്സ് 4 റെലവെൻറ്റ് ഐഡിയാസ്, ലേൺ ഇൻസ്റ്റഗ്രാം അൽഗോറിതം ടു മേക്ക് വീഡിയോസ് ഗോ വൈറൽ 4 മെത്തേഡ്സ്, ബേസിക് എഡിറ്റിംഗ് ഞാൻ ബോണസ് ആയിട്ട് നൽകുന്നതായിരിക്കും. ഡേ 5 നമുക്ക് അറിയാനുള്ളത് ഹൗ ടു സക്സീഡ് ആസ് ആൻ ആഫിലിയേറ്റ് മാർക്കറ്റർ 6 പ്രൂവൻ മെത്തേഡ്സും, കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് 6 മിസ്റ്റേക്സും അതിൻ്റെ സൊല്യൂഷൻസും. മൊഡ്യൂൾ 6 നമുക്ക് അറിയാനുള്ളത് കേസ് സ്റ്റഡീസ്. അതിൻ്റെ കൂടെ തന്നെ D6 ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് 3000+ ഫ്രീ വീഡിയോസ് നൽകും, ആക്ഷൻ പ്ലാനും നൽകുന്നതായിരിക്കും. കുറേ പേർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാതെ ചെയ്യണം, ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതിനായിട്ടാണ് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ഞാൻ ഫ്രീ പ്രോഡക്റ്റ് നൽകുന്നത്. 3000+ ഹൈലി ട്രെൻഡിങ് ആയിട്ടുള്ള ഹോം ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ 3000+ കോപ്പിറൈറ്റ് ഫ്രീ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. 100% കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ 4000 ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഫസ്റ്റ് ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികൾക്ക് മാത്രം നമ്മൾ ഈ ഒരു കോഴ്സ് 399 rupees കൊടുക്കുന്നത്. ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ 3000+ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം കൂടുതൽ ആഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 500 ആണ്. 500 മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് അഫോർഡബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് 399 ഞാൻ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. ഇനി 399 rupeesന് ഈ ഒരു ക്ലാസ് വേർത്താവോ എന്ന് ചോദിക്കുന്നവരോട്, ഞാനൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് കോച്ചാണ്. അതായത് ഓൾറെഡി 200+ സ്റ്റുഡൻസിനെ ഞാൻ ടീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിന് ഒരു മിനിമം ക്വാളിറ്റി വേണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് പേ ചെയ്യുന്നത് അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അവർക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിൽ കംപ്ലീറ്റ്ലി അവർ സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ഒരു സക്സസ്ഫുൾ ആഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ വേണ്ടിയിട്ട്. ആഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ എന്നുള്ളതല്ല, അതിന് പുറമെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണിക്കും നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ 6 months 1 year ഒക്കെ എടുത്തിട്ട് പഠിച്ച കാര്യങ്ങൾ, ഞങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ, കാര്യങ്ങളെല്ലാം ജസ്റ്റ് 7 daysനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിപ്പിച്ച് തരാണ്. അതായത് തുടങ്ങുമ്പോൾ തന്നെ ഒരു സക്സസ്ഫുൾ ആഫിലിയേറ്റ് മാർക്കറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരികയാണ്. അപ്പം അതിനുള്ളൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനാണ് ഈ ഒരു 399 rupees എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ ആളെ കയറ്റുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഇതിന് ശേഷം ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഓരോത്തിനും നമ്മൾ ഇതിൽ ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമാണ് കൊടുക്കുന്നത്. കാരണം ഇതിൽ 1 year സപ്പോർട്ട് ആൻഡ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ പറ്റും. അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ ഒരേ ടൈമിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റെ നമ്പറിലോട്ടല്ല, എൻ്റെ സപ്പോർട്ട് നമ്പർ ആയിട്ടുള്ള ഈ ഒരു നമ്പറിലോട്ടാണ് നിങ്ങളെ മെസ്സേജ് അയക്കേണ്ടത്. ജസ്റ്റ് ഇൻട്രസ്റ്റഡ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നെയിം ചോദിക്കും, അതുപോലെ തന്നെ GPay നമ്പർ അയച്ചു തരും. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 6 modules നൽകുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു 6 modules, അതായത് 6 daysനുള്ളിൽ ഈ ഒരു 3100 വീഡിയോസിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഫയൽ ഞാൻ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ഇനി ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബോണസസ് എന്തൊക്കെയാണെന്നല്ലേ? ഫസ്റ്റ് വൺ ഈസ് 1 time പേയ്മെൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. ഇത് 1 time പേയ്മെൻറ്റ് മാത്രമാണ്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ ഈ ഒരു കോഴ്സിലോട്ട് വരുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. കാരണം ഇനിയിപ്പോൾ നമുക്കറിയാം നമ്മുടെ കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഞാൻ ഈ കോഴ്സിലും ചേഞ്ചസ് വരുത്തും. ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് ഞാൻ ഈ 500 ആക്കിയാലും 1000 ആക്കിയാലും 1500 ആക്കിയാലും ഈ ഒരു 399 പർച്ചേസ് ചെയ്തവർക്ക് ഈ ഒരു പ്രൈസ് എപ്പോഴും അത് തന്നെ ആയിരിക്കും. ആൻഡ് ഇനി ഞാൻ എന്ത് അപ്ഡേഷൻ വരുത്തിയാലും അത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്ത് തരും. പിന്നുള്ളത് 1 year സപ്പോർട്ട് ആൻഡ് മെമ്പർഷിപ്പ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാനെങ്കിലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആക്സസ് ടു എക്സ്ക്ലൂസീവ് ടെലഗ്രാം ഗ്രൂപ്പ് ടു കണക്ട് വിത്ത് ഈച്ച് അതേഴ്സ്.
ഇതുപോലെ ജോയിൻ ചെയ്യുന്ന ബാക്കിയുള്ള ക്രിയേറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്കൊരു ആക്സസ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് PDF ടെംപ്ലേറ്റ്സ് വിത്ത് മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂൾസിനും നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ PDF ഫയൽസും ടെംപ്ലേറ്റ്സും ഞാൻ ഫ്രീ ആയിട്ട് ബോണസ് ആയിട്ട് ഇതിൻ്റെ കൂടെ നൽകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ പ്രോഡക്റ്റ് 3000+ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ അപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൊഡ്യൂൾസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരുന്ന് കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൊഡ്യൂള് ഒരു ദിവസം ഇരുന്ന് ഓരോ മൊഡ്യൂള് ഓരോ ദിവസം വെച്ചിട്ട് കാണാനോ അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂൾസും കൂടെ ഒറ്റ ദിവസം വെച്ചിട്ട് കാണാനും കഴിയും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ലൈഫ് ടൈം ആക്സസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാലും ഈ ഒരു പ്രോഡക്റ്റിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. കാരണം അത് ഒരിക്കലും നിങ്ങളെ കയ്യിൽ നിന്ന് മിസ്സായി പോവില്ല. പിന്നെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ, ഞാൻ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ അതിനുള്ള ആക്സസും കിട്ടുന്നതായിരിക്കും. ഇതെൻ്റെ ഡിക്ലറേഷൻ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കാൻ കഴിയും. പിന്നെ ഞാൻ UGCയുടെ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 250+ സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ മെൻറ്റർ ചെയ്തത് ഞാനായിരുന്നു. ആൻഡ് അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെക്കൻഡ് കോച്ചായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ളൊരു പ്ലാൻ എടുത്തത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ശരിക്കും ഒരു മെൻറ്ററിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ടൈം ആൻഡ് എറർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കോഴ്സ് ഇവർക്ക് ഫ്രീ ആയിട്ട് നൽകിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഇതൊരു 6 മന്ത് 1 ഇയർ 2 ഇയറിൽ എടുത്ത് പഠിച്ച ഒരുപാട് മിസ്റ്റേക്സ്, ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത ഇഷ്യൂസ്, ഞങ്ങൾക്ക് പറ്റിയ ഒരുപാട് അശ്രദ്ധകൾ, ഈ കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾക്ക് അതൊരു ജസ്റ്റ് ഒരു 6 മൊഡ്യൂൾസിൻ്റെ ഉള്ളിലാക്കി പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പ്രോപ്പർ ഗൈഡൻസ് അല്ലാതെ തന്നെ മോസ്റ്റ് ആളുകൾക്കും സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പം ആഴ്ചകൾ വേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് DM 1000 ഫോളോവേഴ്സ് ഇല്ലാതെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് വൈറലായി കഴിഞ്ഞാലും ലിങ്ക് പോവാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവരെന്ത് ചെയ്യും, അവർ ലിങ്ക് മാനുവലായിട്ട് ഓരോരുത്തർക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ഇതല്ലാതെ 0 ഫോളോവേഴ്സ് ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. പിന്നെ കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണോ കൊണ്ടുവരിക അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ പെട്ടെന്നൊരു മുന്നേറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഉള്ളതെന്ന് പറയുമ്പം ഇൻസൈഡർ നോളജ് ആൻഡ് ടൂൾസ് ആണ്. ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടിപ്പുകൾ, ഞങ്ങൾ യൂസ് ചെയ്ത ടൂൾസ്, ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചവർ റിയൽ എക്സ്പീരിയൻസിലൂടെ പഠിച്ചവരാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിൽ ഗൂഗിളിലൊന്നും നോക്കിയാൽ കിട്ടില്ല. കാരണം റിയൽ പഠിച്ചത് നമ്മൾക്കൊരു ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഫൈനലി ടിം ഫെറിസ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു വിൽ എവർ മേക്ക് ഇൻ യുവർ ലൈഫ്. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, നിങ്ങളിപ്പോൾ ഒരു 400 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളൊരു സക്സസ്ഫുൾ ആഫ്ലിയേറ്റ് മാർക്കറ്റർ ആയി കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും ഇതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് വിട്ടാൽ മതി. ഈ ഒരു നമ്പർ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ലൈവ് കേസ് സ്റ്റഡിയിലോട്ട് പോകാം. അതായത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബാഗ് വന്ന് 20,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു ബാഗിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ട സമയത്ത് എനിക്ക് 373 ഓർഡേഴ്സ് കിട്ടിയപ്പോഴും എൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 463 റുപ്പീസ് മാത്രമായിരുന്നു. ഞാൻ അതിന് മീഷോക്ക് ഉണ്ടാക്കിയിരുന്ന സെയിൽ എന്ന് പറയുന്നത് 92,000 ആയിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കമ്മീഷൻ വാസ് 400. പിന്നെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലായത്, അതായത് ഞാൻ സെലക്ട് ചെയ്തത് റൈറ്റ് കമ്മീഷനുള്ള പ്രോഡക്റ്റ് അല്ലായിരുന്നു. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഡിഫറെൻറ്റ് ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ മീഷോയിലെ തന്നെ ഡിഫറെൻറ്റ് സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് 10% കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ 1000 ഓർഡേഴ്സ് പ്ലസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതായത് ആ ഒരു ലിങ്കിലൂടെ 1000 ആളുകൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തെറ്റ് റിയലൈസ് ചെയ്തത്. അങ്ങനെ 11,000 കിട്ടേണ്ടടുത്ത് എനിക്ക് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 1,200 ആയിരുന്നു. സോ ആൻഡ് ഈ ഒരു തെറ്റ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയിരുന്ന കമ്മീഷനാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ടിൽ കാണാൻ കഴിയും ജസ്റ്റ് 261 ഓർഡേഴ്സിന് എനിക്ക് കിട്ടിയിരുന്ന കമ്മീഷൻ 2,400 ഇവിടെ 500+ ഓർഡേഴ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 6,000 കമ്മീഷനുമാണ്. അപ്പോൾ 11,000 റുപ്പീസോളം കമ്മീഷനാണ് എനിക്ക് ലോസ് ആയെന്ന് പറഞ്ഞപ്പം ഐ വാസ് സോ സാഡ്.
കാരണം നമ്മൾ വീഡിയോസ് വൈറലായി പോകുന്നുണ്ട്, ആളുകൾ ലിങ്ക് ചോദിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ കമ്മീഷൻ കയറുന്നില്ല. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസോട് കൂടെ ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആണ് ഈ ക്ലാസ് പറഞ്ഞുതരാം, എങ്ങനെ റൈറ്റ് കമ്മീഷനുള്ള പ്രോഡക്റ്റ് കാണാമെന്നുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നോക്കിയാൽ അറിയാം, ഞാൻ ആകെ 5-6 പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ്സ് നിന്നാണ് എനിക്ക് 37,000 കിട്ടിയത്. ഇങ്ങനെ 5-6 പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു. ഒരു മാസം നിങ്ങൾ ഡെയിലി പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 15 പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു സെക്ഷൻ നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയി എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് മെസ്സേജ് ഇടണം, എന്നാലും നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്.